സിനിമാ നടി എന്ന് പറഞ്ഞ റീന എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തൊന്നുമില്ല. അതൊക്കെ മനുഷ്യർ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, എല്ലാവരും ചാറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. അവരെ കയറി പിടിക്കുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. അതല്ലാത്തടത്തോളം കാലം അദ്ദേഹം ആ വിഷയത്തിൽ കുറ്റക്കാരനല്ല. ഈ മറ്റേ പത്രപ്രവർത്തക എന്ന് പറഞ്ഞ സ്ത്രീയെ അവരെ ഗർഭിണിയാക്കുകയും ആ കുട്ടിയെ അബോർട്ട് ചെയ്യാനും ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞാണ് തെറ്റ്, അല്ലാതെ ഈ പത്രപ്രവർത്തകയായിട്ടുള്ള ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടതല്ല തെറ്റ്. ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞാണ് തെറ്റ്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം നിയമാനുസൃത നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം അയാളെ വേട്ടയാടുന്ന അവസാനിപ്പിക്കണം. കേരളത്തിൽ നിന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ചർച്ച തീപാറിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ത്രീ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വേട്ടയാടുന്നതിന് മുമ്പ് അതിലെ വസ്തുത എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചരിത്രത്തിൽ ഒരുപാട് സ്ത്രീകൾ നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങളുടെ ഭാഗമായി ഒരുപാട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഉമ്മൻചാണ്ടിയുടെ ഷെയ്പ്പുള്ള ഒരാള് ജർമ്മനിയിലുണ്ടായിരുന്നു. അയാളെ കൊണ്ട് അയാളുടെ അടുത്ത് സരിതയെ കൊണ്ടുപോയി സരിതയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് കള്ളപ്രചരണം നടത്താൻ ആലോചിച്ചു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ചരിത്രത്തിലുടനീളം ബിൽ ക്ലിന്റനെ വെട്ടിൽ വീഴ്ച ലിവൻസ്കി അദ്ദേഹത്തിന്റെ മുറിയിൽ എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി കയറി ചെന്ന, അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നുള്ളതിൽ കയറി ചെന്ന ക്ലിന്റനെ അവർ ബോധപൂർവം ട്രാപ്പിലാക്കുകയാണ് ചെയ്തത്. അതിലൊക്കെ ആളുകൾക്ക് പറയാം, ഒരുപക്ഷെ മനുഷ്യന്റെ ബലഹീനതകൾ പലപ്പോഴും സ്ത്രീ വിഷയത്തിൽ പലപ്പോഴും മനുഷ്യൻ ബലഹീനരാകാറുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നേക്കുന്ന ഏറ്റവും വലിയ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ ഗർഭചിത്രം, അദ്ദേഹത്തിൽ നിന്നുണ്ടായ കുട്ടിയുടെ ഗർഭചിത്രം നടത്തണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ ആവശ്യം ശരിയാണെങ്കിൽ അത് തെറ്റാണ്. ആ ഒരു കുട്ടിയെ കൊല്ലാൻ അദ്ദേഹം പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം. അത് വസ്തുതയാണ് എന്ന് പുറത്തു വന്നു. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ശബ്ദമൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിലും ആരുടെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നതിന്റെ ക്രോസ് ചെക്ക് നടത്താതെ അതിന്റെ നിയമസാധ്യതകൾ പരിശോധിക്കാതെ ഒരാളെ ബലിയേടാക്കുന്നതിൽ കാര്യമില്ല. രാഷ്ട്രീയ നേതാവും അദ്ദേഹം ഒരു വളരെ സുന്ദരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. സ്ത്രീകൾ പൊതുവെ അദ്ദേഹത്തെ ട്രാപ്പിലാക്കാനും അദ്ദേഹത്തെ ആകർഷിക്കാനും ശ്രമിക്കാം. അത് ചിലപ്പോൾ എവിടെയെങ്കിലും അദ്ദേഹം ബലഹീനനായിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് ഒരാളുടെ നേരെ കുറ്റാരോപിതനാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ബലിയാടാക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒരു സ്ത്രീയുടെ പേരിൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവും അഴിമതി രഹിതനുമായിരുന്ന PT ചാക്കോയ്ക്ക് രാജിവെച്ചു പോകേണ്ടി വന്നു. ആ സംഭവം ചെറിയാൻ ഫിലിപ്പ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണിത്. 4 നൂറ്റാണ്ട് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഞാനത് ഇവിടെ ഒന്ന് വായിച്ചു തരികയാണ്. പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ദൗർഭാഗ്യകരമായ പതനം എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ തൃശൂരിലെ ലൂർദ് പള്ളിയങ്കണത്തിൽ ഭക്തജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. കിഴക്കേക്കേട്ട മുതൽ റോഡിൽ ഗതാഗതം സമരത്തിലാണ്. കടലാസ് പൂക്കളും കുരുത്തോലകളും കൊണ്ട് അലങ്കരിച്ച കമാനങ്ങൾക്കിടയിലൂടെ ഒരു ഇളം നീല അംബാസഡർ കാർ നീങ്ങി. മറുവശത്തു നിന്ന് ഒരു ഉന്തുവണ്ടി കുടുങ്ങി വരികയായിരുന്നു. കാറും ഉന്തുവണ്ടിയും തമ്മിൽ കൂട്ടിമുട്ടി. വണ്ടിക്കാരൻ തെറിച്ചു വീണു. ഡ്രൈവർ കാർ നിർത്താതെ ഓടിച്ചുപോയി. അതൊരു സ്റ്റേറ്റ് കാറാണ്. ജനക്കൂട്ടം തിരിച്ചറിഞ്ഞു. മന്ത്രി PT ചാക്കോയാണ് കാർ ഓടിച്ചിരുന്നത്. കാണികൾ പരസ്പരം പറഞ്ഞു, മന്ത്രി എന്തുകൊണ്ട് കാർ നിർത്തിയില്ല? സംശയാലുക്കൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. മുൻ സീറ്റിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ധരിച്ച പച്ച സാരി ഉടുത്ത സ്ത്രീ. അവർ പൊട്ടു തൊട്ടിട്ടുണ്ട്. ഹിന്ദു സ്ത്രീയാണ്. സംസാരം പടർന്നു. അത് മന്ത്രിയുടെ ഭാര്യയല്ല. ജനം അന്തിമ നിഗമനത്തിലെത്തി. പെരുന്നാൾ കൂട്ടത്തിനിടയിൽ ഈ വാർത്ത ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് ഓടി. അന്തിപത്രങ്ങൾ ചൂടാറാത്ത വാർത്ത. ബഹുജന ജിഹോകളുടെ സദാചാരബോധം ഉണർന്നു. പിറ്റേ ദിവസം പത്രങ്ങളിൽ പൊടിപ്പും തൊങ്ങലുമുള്ള വാർത്തകൾ വന്നു. പ്രത്യേക ലേഖകന്മാർ വിഭവസമൃദ്ധമായ സ്കൂപ്പുകളും വേറെയും അതാണ് കുപ്രസിദ്ധമായ PT സംഭവം. 1963 ഡിസംബർ 8 PT ചാക്കോ പീച്ചിയിലേക്ക് പോവുകയായിരുന്നു. തലേദിവസം ആലുവയിൽ താമസിച്ചത് 2 ദിവസം മുൻപാണ് കാർഷിക പരിഷ്കരണ നിയമം പാസാക്കിയത്. PSP മന്ത്രിസഭ വിട്ടതിനു ശേഷം ആഭ്യന്തര വകുപ്പിന് പുറമെ റവന്യൂ വകുപ്പിന്റെ ചുമതല കൂടി ചാക്കോയാണ് വഹിച്ചിരുന്നത്. ബിൽ തയ്യാറാക്കുന്നതിനും നിയമസഭയിൽ പൈലറ്റ് ചെയ്യുന്നതിനും ആ നിയമസഭാ സമ്മേളന കാലത്ത് അദ്ദേഹം വിശ്രമമില്ലാതെ പണിയെടുത്തിരുന്നു. ഒരു റിലീഫ് എന്ന നിലയ്ക്കാണ് പീച്ചി യാത്രയ്ക്ക് ചാക്കോ ഒരുമ്പെട്ടത്. കാർ ഉന്തുവണ്ടി സംഘടനത്തിന് ശേഷം ചാക്കോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം ധരിപ്പിച്ചിരുന്നു.
മടങ്ങി വന്നപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന ഉന്തുവണ്ടിക്കാരൻ വേലായുധൻ, റൂബി മേരി എന്നിവരെയും കണ്ട് അവരെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ധാർമ്മിക മൂല്യങ്ങളുടെ കാവൽക്കാരായ ജനങ്ങൾ അടങ്ങിയില്ല. രാഷ്ട്രീയം പീച്ചി സംഭവത്തിന് പുതിയ മാനങ്ങൾ നൽകി. ഈ സംഭവത്തെ തുടർന്ന് ഇതൊരു അദ്ദേഹത്തിന്റെ കാറിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വൈഫായിരുന്നെന്നും അതുപോലെ അങ്ങനെയുള്ള കിംവദന്തികൾ പറഞ്ഞു. ആ കിംവദന്തികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് രാജിവെക്കേണ്ടി വന്നു. ഈ ആഭ്യന്തര വകുപ്പ് രാജിവെച്ചതിന് ശേഷം ഈ PT ചാക്കോ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ പിന്നീട് അദ്ദേഹത്തിന്റെ വക്കീൽ കുപ്പായം എടുത്തിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ വക്കീൽ കുപ്പായമാണ് എന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കുപ്പായത്തേക്കാൾ ഭേദമെന്ന്. അദ്ദേഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു കൂടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ രാജിവെച്ച ശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചതിച്ചതെന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് വഴക്കുകൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം പരമാവധി ശ്രമിച്ചെങ്കിൽ ഇതിനിടയിൽ ചാക്കോ കോട്ടയം കോടതികളിൽ പ്രാക്ടീസ് ആരംഭിച്ചു. സാമ്പത്തിക വിഷമങ്ങൾ ചാക്കോയെ വീർപ്പ് മുട്ടിച്ചിരുന്നു. ഒട്ടേറെ കടങ്ങളും അദ്ദേഹത്തിന് വീട്ടേണ്ടതായി വന്നു. അനുയായികൾ ഫണ്ട് ശേഖരിച്ച് ഒരു കാർ വാങ്ങി ചാക്കോയ്ക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു. KLK 5555. അതിനാൽ മുടക്കമില്ലാതെ യോഗങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. ഒരു ദിവസം ഒത്തുതീർപ്പ് സംഭാഷണങ്ങളുടെ ഭാഗമായി AS സെക്രട്ടറി സാദിഖ് അലി കോട്ടയത്തുമ്പോൾ ചാക്കോ വക്കീൽ വേഷത്തിലാണ് ഹാജരായത്. കോട്ടും ഗൗണും കയ്യിൽ തൂക്കിയിരുന്ന ചാക്കോ പറഞ്ഞു, രാഷ്ട്രീയത്തെക്കാൾ എത്രയോ നന്ദിയുള്ളതാണ് ഈ പണി. ഇത്തരത്തിലൊരു പരാമർശം അക്കാലത്ത് VK കൃഷ്ണമേനോൻ നടത്തിയിരുന്നു. അപ്പൊ ഇതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ചാക്കോയെ ചതിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ചതി, ഇത്തരം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ ചതികൾ കോൺഗ്രസിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന് പുറത്തുനിന്ന് ഇപ്പോൾ രാഷ്ട്രീയമായി ഈ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ വലിയ ഡിഫൻസിലാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളിൽ അവർ വളരെ ഡിഫൻസിലാണ്. അവരുടെ 10 വർഷക്കാലത്തെ ഭരണം ആളുകൾ മടുത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവർക്ക് ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടി ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണോ എന്ന് നമുക്കറിയില്ല. ആകെ ഇതിൻ്റെ അകത്ത് കാണാവുന്ന കാര്യം, ഞാൻ ഓഡിയോ ക്ലിപ്പിലൂടെ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അവര് ഇവരുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടെന്നും അവരിലൊരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ ഇയാൾ പറഞ്ഞു എന്നാണ്. ഇത് വസ്തുതയാണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. മറിച്ച് ഈ ഇത്തരം ഫാബ്രിക്കേറ്റഡ് സ്റ്റോറികൾ ചെയ്ത് ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ PT ചാക്കോ ഉൾപ്പെടെ എത്രയോ മനുഷ്യരെ ബലിയാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കഥയൊന്ന് എടുത്തു നോക്കൂ. ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടി ആരാണെന്ന് മനസ്സിലായത്. സരിത എന്ന് പറഞ്ഞ അഭിസാരിക അവർ നടത്തിയ കള്ളപ്രചരണങ്ങളുടെ ഭാഗമായി ആ മനുഷ്യനോട് കാണിച്ച ക്രൂരതയ്ക്ക് കേരള സമൂഹം ഇന്നും തേങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഓടിക്കൂടിയ മനുഷ്യർ എന്ന് പറയുന്നത് അദ്ദേഹത്തോട് കേരളം ചെയ്ത അനീതിക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഓടിക്കൂടിയത്. അതുപോലെ എത്രയോ മനുഷ്യർ ഇത്തരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ട്രാപ്പ് ചെയ്യപ്പെട്ടവർ ഈ സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരും അതോടൊപ്പം തന്നെ സംഭാവന ചെയ്തിട്ടുള്ളവരുമാണ്. അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ ഒരു MLA എന്നുള്ള നിലയ്ക്കോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കോ ഒരു വലിയ സംഭാവന ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഒരു നല്ല ഡിഫൻഡർ ആണെന്നുള്ള വെച്ചാൽ അദ്ദേഹത്തെ പറ്റി ഒരു മേന്മ പറയാൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അദ്ദേഹം സാമൂഹ്യ മണ്ഡലത്തിലോ സാംസ്കാരിക മണ്ഡലത്തിലോ രാഷ്ട്രീയ മണ്ഡലത്തിലോ വികസന മേഖലകളിലോ വലിയ സംഭാവനകൾ ചെയ്തതായിട്ട് നമുക്കറിയില്ല. മറിച്ച് ഒരു മനുഷ്യനെ ചതിക്കുകയാണോ, ഒരു മനുഷ്യന്റെ ബലഹീനതയെ ഏതെങ്കിലും തരത്തിൽ യൂട്ടിലൈസ് ചെയ്യുകയാണോ? നിങ്ങൾ ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കല്ലെറിയാൻ നിൽക്കുന്ന ആളുകൾ ഒരു കാര്യം വസ്തുനിഷ്ഠമായി നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ സ്ത്രീകളുമായി സംസാരിച്ചിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീകളുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ വിവാഹിതരാകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം അവിവാഹിതനാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുതാപരമായി വേണം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രശോഭിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും പടച്ചുവിടാൻ യാതൊരു മടിയുമില്ലാത്ത രാഷ്ട്രീയ ശത്രുക്കളും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരും ഒക്കെ കൂടി ചെയ്ത എന്തെങ്കിലും തരത്തിലുള്ള കുൽസിത ശ്രമമാണ് ഇതിന്റെ പുറകിൽ നിന്നുള്ള വസ്തുത പഠിക്കണം. ആ ഓഡിയോ ക്ലിപ്പിന്റെ ഉപജ്ഞാതാവായ സ്ത്രീ ഇത് വസ്തുതയാണ് പുറത്തു വന്ന് പറയണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഞാൻ കാണുന്ന തെറ്റെന്ന് പറയുന്നത് ഈ സിനിമാ നടി എന്ന് പറഞ്ഞ റീന എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തൊന്നുമില്ല. അതൊക്കെ മനുഷ്യർ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, എല്ലാവരും ചാറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. അവരെ കയറി പിടിക്കുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. അതല്ലാത്തടത്തോളം കാലം അദ്ദേഹം ആ വിഷയത്തിൽ കുറ്റക്കാരനല്ല. മറിച്ച് ഈ മറ്റേ പത്രപ്രവർത്തക എന്ന് പറഞ്ഞ സ്ത്രീയെ അവരെ ഗർഭിണിയാക്കുകയും ആ കുട്ടിയെ അബോർട്ട് ചെയ്യാനും ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞാണ് തെറ്റ്, അല്ലാതെ ഈ പത്രപ്രവർത്തകയായിട്ടുള്ള ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടതല്ല തെറ്റ്. ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞാണ് തെറ്റ്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം നിയമാനുസൃത നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം അയാളെ വേട്ടയാടുന്ന അവസാനിപ്പിക്കണം. അയാൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചിട്ടാണോ അല്ലയോ എന്ന് പരിശോധിക്കണം.
അദ്ദേഹം ഒരു കാണാൻ കൊള്ളാവുന്ന ഒരാളാണ്. പൊതുവെ സ്ത്രീകൾക്ക് അയാളെ അട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അയാളെ വെട്ടിൽ വീഴ്ചയാണോ എന്നും കൂടെ അന്വേഷിക്കണം. അതുകൊണ്ട് ഈ തരത്തിൽ ഞാൻ എപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഈ ചതിയന്മാരുടെ ചരിത്രം പി ചാക്കോയും കെ കരുണാകരനും ഒരു സിനിമാ നടിയുമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, അതുപോലെ എത്രയോ വലിയ മനുഷ്യർക്കെതിരെ ഈ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീ വിഷയങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ ബിൽ ക്ലിന്റൺ, ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ മണ്ഡലത്തിൽ ആളുകളെ താഴെ വീഴിക്കുന്ന രീതിയുണ്ട്. ഇത് കൃത്യമായ കേരളം പോലെ ഒരു പരിഷ്കൃത സമൂഹം ഇത് പരിശോധിക്കണം.